ഹലോ ഗൈസ്, ഫേസ്ബുക്കിൽ എങ്ങനെ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമ്മൾ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക. 2026 പുതിയ അപ്ഡേറ്റ് വന്നതുകൊണ്ട് മെനു ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് മെനു ഉണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ നമുക്ക് താഴെയായിട്ട് സീമോർ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പേജസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ആ പേജസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുകയും വേണം. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമാണ് എനിക്ക് പുതിയ വീഡിയോ ചെയ്യുവാനുള്ള മോട്ടിവേഷൻ. ഇവിടെ നിങ്ങൾ മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജസ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പേജ് ഒന്നും ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കുകയില്ല. പേജ് ക്രിയേറ്റ് ചെയ്യാനായി മുകളിൽ കാണുന്ന ക്രിയേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കും: പബ്ലിക് അക്കൗണ്ട് ഓർ പബ്ലിക് പ്രൊഫൈൽ. നിങ്ങൾ പബ്ലിക് പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ചില ഫോണിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷനും ആയിരിക്കും കാണിക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പേജ് നെയിംസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഏത് പേരിലാണോ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് എൻ്റർ ചെയ്യുക. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ പേര് തന്നെ ഇവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എന്തിനാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മീൻസ് ചിലർ ബിസിനസ് ആവശ്യങ്ങൾക്കായിരിക്കും, ചിലർ ക്യാഷ് ഏൺ ചെയ്യാനാണ്. ഇതിലേതാണ് നിങ്ങളുടെ ആവശ്യമെന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസ് നമ്മളുടെ പേജിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് അല്ലെങ്കിൽ ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഈ കാറ്റഗറി നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കാറ്റഗറി സെലക്ട് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. ഞാനിവിടെ ടെക് എന്ന കാറ്റഗറിയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം നമുക്ക് 3 കാറ്റഗറി വരെ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ കാണിക്കുന്ന ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആവുക. ഇതിൽ ആദ്യം നമ്മുടെ ബയോ എൻ്റർ ചെയ്യണം. ശേഷം നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യണം. പിന്നെ ഇമെയിൽ ID എൻ്റർ ചെയ്യണം. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. നിങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം ലൊക്കേഷൻ എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പിക് ആൻഡ് കവർ ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ പ്രൊഫൈൽ പിക്ചർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അലോ എസ് ഓക്കെ കൊടുത്തു നമ്മുടെ ഗാലറിയിലുള്ള അനുയോജ്യമായ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആൻഡ് കവർ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. അതിൽ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങളുടെ മെയിൻ IDയിൽ അഥവാ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ മെയിൻ പ്രൊഫൈലിൽ ഉള്ള ഫ്രണ്ട്സിനെയെല്ലാം നമുക്ക് നമ്മുടെ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിലെല്ലാവരെയും സെലക്ട് ചെയ്ത് ഇൻവൈറ്റ് ചെയ്യുക. ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഒരു ചേഞ്ചും വരുത്താതെ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും പേജിലേക്ക് ഫേസ്ബുക്ക് സ്വിച്ച് ചെയ്തു. അതിനുശേഷം സ്കിപ്പ് ചെയ്യുക, പിന്നെ ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെനു ബട്ടണിൽ പ്രസ് ചെയ്ത് ഈ താഴേക്കുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് വീണ്ടും പേജിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെ നമുക്കിതുപോലെ നമ്മുടെ പ്രൊഫൈലിലേക്കും സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഫേസ്ബുക്കിലൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.